ഞങ്ങൾ എത്ര കാലമായി ഇവിടെ സമരം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ. എത്രയോ നല്ല 3 നക്ഷത്രവും IPS-കാരൊക്കെയുള്ള മാന്യമായ സുത്യർഹമായ സേവനം നടത്തി ഞങ്ങളോടൊപ്പം അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും തോളോട് തോൾ ചേർക്കുന്ന ഒരു പോലീസ് സംവിധാനം കോഴിക്കോട്ടുള്ളപ്പോ ഞങ്ങളുടെ 4 സഹോദരന്മാർ മരണപ്പെട്ടപ്പോ ചോദിക്കാൻ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ ഒരു CI വന്നിട്ട് ചോദിക്കുക, മേയർക്കെതിരെ സമരം ചെയ്യാൻ നിങ്ങളാരാ? BJP. നിങ്ങൾ നോക്കണം, മേയർക്കെതിരെ സമരം ചെയ്യാൻ BJP ആരാ? മരിച്ചത് നിങ്ങളുടെ ആരെങ്കിലും ആണോ? ഞാൻ ചോദിക്കുന്നു. അദ്ദേഹത്തോട് ബഹുമാനം നിലനിർത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലൊന്നുമല്ല ഞങ്ങൾ സമരവുമായി വന്നിട്ടുള്ളത്. ഞങ്ങൾ ഈ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടി, ആ നീതി ലഭിക്കേണ്ട സ്ഥലത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പിന്നെ മനസ്സിലായി അദ്ദേഹത്തിന്റെ പ്രശ്നം വേറെയാ. ഇവിടെ ACP അഷറഫ് സാർക്കില്ലാത്ത, മുൻപുള്ള ACP സിദ്ദിഖ് സാറിനില്ലാത്ത, മുമ്പുള്ള ACP ഹരിപ്രസാദ് സാർക്കും ഉമേഷ് സാർക്കും ഇല്ലാത്ത, ഇവിടെ ഇന്ന് ഡ്യൂട്ടി ചെയ്യുന്ന ഒരൊറ്റ CI-മാർക്കും ഇല്ലാത്ത ചില വികാരം അദ്ദേഹത്തിന് ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു. അദ്ദേഹത്തിന് CPM അല്ലാത്ത ആര് വന്നാലും ആലിളകും. ഞങ്ങളെ മൂട്ടിട്ട് ചവിട്ടുമ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ഇപ്പോ നിങ്ങൾ ചവിട്ടിക്കോ ഞങ്ങൾ കൊള്ളും. മൂട്ടിട്ട് ചവിട്ടുമ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഇപ്പോ നിങ്ങൾ ചവിട്ടിക്കോ ഞങ്ങൾ കൊള്ളും. പക്ഷെ ഞങ്ങൾക്ക് ഒരാളെ കാണണം, അത് കണ്ടിട്ടേ ഞങ്ങൾ പോവൂ. കാണാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ അതിന്റെ ഉള്ളിൽ പോയിട്ടേ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തോടൊരു കാര്യം, നിങ്ങൾക്ക് BJP-യുടെ സമരമാണ് പ്രശ്നമെങ്കിൽ അതിനുള്ള വരുന്ന് ഞങ്ങൾക്കറിയാം. ജനകീയ സമരം പൊതുവെ ഇതിന്റെ ഉള്ളിൽ പാടില്ല എന്നുള്ള നിലപാടാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. ഇനി BJP-യാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പ്രിയപ്പെട്ട ആ സർക്കിൾ ഇൻസ്പെക്ടറോട് പറയുന്നു, നിങ്ങള് ആ കാക്കി വിട്ട് ഊരി വന്ന് BJP-യാണ്, നരേന്ദ്രമോദിയുടെ BJP-യാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആ കാക്കി ഊരി നക്ഷത്ര കുപ്പായൊക്കെ ഒന്ന് മാറ്റി സമയവും സന്ദർഭവും പറഞ്ഞാൽ ഞങ്ങൾ അതിനും തയ്യാറാണ്. അതുകൊണ്ട് കോഴിക്കോട്ടങ്ങാടിയിൽ വന്ന് BJP-യെ വെല്ലുവിളിക്കാനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല എന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുകയാണ്. സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞാൽ ഇത് വെറും വാക്കല്ല, സമരമുറകളുമായി ഇതിലുള്ള ദിവസങ്ങളിൽ ഇവിടെ സമരങ്ങൾ അരങ്ങേറും. കോഴിക്കോട് കോർപ്പറേഷനിലെ ഇടുങ്ങു വീഴാറായിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റണം. ഞങ്ങളിപ്പോ പാളയത്തൂടെ വരുന്നത്, എന്റെ 2ാം നിലയിൽ ഞാൻ കയറി നോക്കി. നിങ്ങൾ കാണാം, ഈ തകർന്നു വീണ, അതായത് ഒരു കൊല്ലം മുമ്പ് ഫയർ സ്റ്റേഷന് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു. അത് നിങ്ങൾക്കറിയാം. ആ തകർന്ന കെട്ടിടത്തിലും അപകടകരമായ രീതിയിൽ മുഴുവൻ പാളികളും അടർന്നു വീഴാറായിട്ടുള്ള പാളയത്തെ കെട്ടിടം നിങ്ങൾക്ക് ഇപ്പൊ പോയിട്ട് കാണാം. ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് എത്ര പേരാണ് അതിന്റെ ഈ റംസാൻ മാസത്തിൽ കച്ചവടത്തിനായി വരുന്നവർ 100 കണക്കിന് പേരെ താഴെ കിടക്കുന്നു. ഇങ്ങനെ എത്രയോ കെട്ടിടങ്ങൾ. ഇന്നലെ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നത് നിങ്ങൾക്കറിയാം. അവര് തന്നെ പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു DPR തയ്യാറാക്കി പൊളിച്ചു മാറ്റാൻ. DPR തയ്യാറാക്കി. ഞാൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ട സദാശിവ, നിങ്ങളറിയോ, നിങ്ങളല്ലേ